ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോവാണ്, തിരിച്ച് കോഴിക്കോട് പോവാണ്. അപ്പം പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്നങ്ങ് വിചാരിച്ചു. ഇപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നതേ ഉള്ളൂ. അപ്പോഴേ ഒരു ഐഡിയ തോന്നി വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഞാനും അമ്മയും കൂടെ അമ്പലത്തിലൊക്കെ വെളിയത്തെ അമ്പലത്തിലൊക്കെ പോയി ദീപാരാധനയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് വന്ന് കയറിയതേ ഉള്ളൂ. ഇനി രാത്രിയിലാണ് ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാത്രി 12:30ക്കാണ് ബസ്, 12:35 ബസ്. അപ്പോൾ എന്തോ ഭയങ്കര വിഷമം പോകുന്നത് കൊണ്ട്. മിന്നൂസും അമ്മാമ്മയും ഇല്ല. മിന്നൂസിനൊരു പ്രോഗ്രാമുണ്ട് ഡാൻസിൻ്റെ. അപ്പോൾ അവൾ അങ്ങോട്ട് പോയേക്കുക, അമ്മാമ്മ കൂട്ടിന് പോയേക്കുക. അപ്പം ഞാനും അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മ ഇട്ട് തന്നതാണ് കുറി. അമ്മ ഇങ്ങനെ പടി പോലെയാണ് കുറി ഇട്ട് തരുന്നത്. അതെങ്ങനെ കുറേ കിടക്കുന്നത്. എന്നിട്ട് പിന്നെ എന്തുവാ, അമ്മ അകത്തേക്കും, അമ്മ അകത്ത് റൂമില്ല, ഞാൻ പുറത്ത് സിറ്റ് ഔട്ടില്ല. അപ്പോൾ അമ്മ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുക. ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, അപ്പോൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തരുക, നോക്കണം സൂക്ഷിക്കണം എന്നൊക്കെ. പിന്നെ ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ച്, ചോറാണ് കഴിച്ചത്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, വീഡിയോയിൽ കാണുമ്പം ഇടത്തെ കൈ ഉണ്ടാണ് കഴിക്കുന്നത് തോന്നുന്നു. അതങ്ങനെ ഞാൻ ഫ്രണ്ട് ക്യാമറയല്ലേ എടുത്തേക്കുന്നത്, അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ മേ ബി അങ്ങനെ ആയത്. ചോറ് കഴിക്കാൻ തോന്നി, അങ്ങനെ ചോറൊക്കെ എടുത്ത് കഴിച്ച്. അമ്മ എൻ്റെ അടുത്ത് തന്നെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോഴും മിന്നൂസ് എത്തിയിട്ടില്ലായിരുന്നു. അവൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. ഞാനും മിന്നൂസ് സാധാരണ എപ്പോഴും ഇങ്ങനെ സ്ലാബിൻ്റെ മുകളിലിരുന്നാൽ ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ. ഡൈനിങ് ടേബിളിൽ അങ്ങനെ ഇരിക്കാറില്ല, സ്ലാബിൽ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ പോയിരുന്നാൽ കഴിക്കുന്നത്. ഇപ്പം ഇന്നും കൂടെ ഇല്ലേ, അത് പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ അവിടെ തന്നെ കയറിയിരുന്ന് കഴിച്ചതാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇന്നും കൂടെ ഇല്ലേ കഴിക്കാൻ പറ്റൂ അവിടുന്ന്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ കിടന്ന് ഉറങ്ങിയതാണ്. അമ്മ 11:30 ആകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങ് മറന്നുപോയി. പിന്നെ ഓർത്തില്ല. പിന്നെ വണ്ടി കയറിയിരുന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ, ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്ന്. അപ്പോഴേക്കും മിന്നൂസൊക്കെ വന്ന്. പിന്നെ നേരെ കിടന്ന് ഉറങ്ങിയത് 9 മണിയായപ്പം കയറി കിടന്ന് ഉറങ്ങി. അമ്മ 11:30 ആകുമ്പം വിളിക്കാമെന്ന് പറഞ്ഞു, റെഡി ആവണ്ടേ. അങ്ങനെ 11:30 ആയപ്പോൾ അമ്മ വിളിച്ച്. പിന്നെ അമ്മ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട് പോകാൻ. അങ്ങനെ അതും കഴിച്ച്. പിന്നെ ഈ വട്ടം അമ്മാമ്മയും മിന്നൂസും എന്നെ കൊണ്ടുവിടാനുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം പോയപ്പോൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വട്ടം അമ്മാമ്മയും പറഞ്ഞ് അമ്മാമ്മയും കൂടെ വരാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ഷൈജു മാമനെയാണ് വിളിച്ചത്. മാമൻ്റെ ഓട്ടോയിലാണ് പോയത്. ഞങ്ങളെവിടെ പോകുമ്പോഴും മാമനെയാണ് വിളിക്കാറ്. കഴിഞ്ഞ വട്ടം എന്നെ കൊണ്ടാക്കിയത് മാമൻ തന്നെയാണ്, ഷൈജു മാമൻ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ, ഇതിന് മുന്നേ ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട് ഒറ്റയ്ക്ക്, കൊല്ലം ടു കോഴിക്കോട്. ഇത് ഞാൻ രണ്ടാമത്തെ വട്ടം ഒറ്റയ്ക്ക് പോവുകയാണ്. അന്ന് നല്ല പേടിയായിരുന്നു പോവാൻ, കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് പോവാൻ. അന്ന് ഞാൻ രാവിലെയാണ് പോയത്. രാവിലെ 6 മണിക്ക് ബസ്സിൽ കയറിയത് രാവിലെ. അപ്പോൾ ഒരു 8-9 മണിയായപ്പം എത്തി കോഴിക്കോട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് കയറുന്നത്, അപ്പോൾ രാവിലെ അവിടെ എത്തുള്ളൂ. അതിൻ്റെ കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. പിന്നെ ബസ് കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ. അപ്പം കൊട്ടാരക്കര സ്റ്റാൻഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മിന്നൂസാ വീഡിയോസ് എല്ലാം എടുത്തു തന്നത്. അവൾ ഫ്രണ്ടിലായിരിക്കുന്നത്, അപ്പം നല്ലപോലെ എടുക്കാൻ പറ്റുമല്ലോ പോകുന്നതെല്ലാം. ഞാൻ ബാക്കിലാകുമ്പം കിട്ടൂല. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി. അമ്മമ്മയോട് ടാറ്റ പറഞ്ഞു. അമ്മമ്മ ഓട്ടോയിൽ തന്നെ ഇരുന്നതാണ്. രാത്രിയായതുകൊണ്ട് മിന്നൂസും അമ്മയും കൂടെ സ്റ്റാൻഡിൽ അകത്ത് വന്നത്, സ്റ്റാൻഡിൻ്റെ അകത്ത് വന്ന്. നമ്മൾ സ്റ്റാൻഡിലെത്തിക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ബസ് ഞങ്ങൾ എത്തിയത് 12:15 എന്നാണ്ട. 12:15 എത്തി. 12:15 അതിന് മുന്നേ ഞങ്ങൾ എത്തി. 12:10 എന്നാണ്ട് എത്തി. പിന്നെ അമ്മ ബിസ്ക്കറ്റ്, കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ വാങ്ങിത്തന്നു, വെള്ളം വാങ്ങിത്തന്നു. അങ്ങനെ ബസ് നോക്കിയിരിക്കുകയായിരുന്നു. പിന്നീട് കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ തന്നെ ഇരുന്ന്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയത്. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങ് സമയം പോക്കി. കുറച്ച് കഴിയുമ്പോൾ തന്നെ ബസ് വന്നു. അങ്ങനെ അതിനകത്ത് കയറിയിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്
അമ്മ പെട്ടെന്ന് മാറി നിന്നത്. അങ്ങനെ പിന്നെ ഞാനും മിന്നൂസ് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഡ്രൈവർ പുറത്തിറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ അവൾ പറയാം എന്നോട്, ഡ്രൈവർ ചായ കുടിക്കാൻ ഇറങ്ങിപ്പോയെന്ന്. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ, അവൾ അവിടെ നിന്ന് പുറത്ത് നിന്ന് ഞാൻ അകത്തിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത് അങ്ങനെ അമ്മയ്ക്കും മിന്നൂസിനൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എന്തോ ഒരു വിഷമമായിരുന്നു ഉള്ളിൽ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഏതുപോലെ തോന്നി. പിന്നെ എൻ്റെ അമ്മയ്ക്ക് നല്ല മുടിയുണ്ടായിരുന്നു. അമ്മ ഈ ഇടയ്ക്ക് അമ്മ പളനിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ മുട്ടയടിച്ച് കളഞ്ഞതാണ്. അപ്പം ഇത്ര വളർന്ന് നല്ല മുടിയുണ്ടായിരുന്നു അമ്മയ്ക്ക്. എൻ്റെ ഈ ദേഹത്ത് കിടക്കുന്ന ചുവപ്പ് ഷോള് പോലുള്ളത് അമ്മയുടെയാണ്. അമ്മ പൊതിക്കുന്നതാണ്. അപ്പം അമ്മ അതെനിക്ക് എടുത്ത് മടക്കി വെച്ച് തന്നതായിരുന്നു ബാഗിൽ. ഇത് വെച്ചോ, അമ്മ ഓർക്കും അമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞ്. ഇന്ന് ചൂടുമ്പോൾ അമ്മ കെട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നും, അത് വെച്ചോ എന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് തന്നതായിരുന്നു, മടക്കി വെച്ച് തന്നതാണ്. വണ്ടി കയറിയിരുന്നതും ഞാൻ ആദ്യമേ എടുത്ത് പൊതിച്ചത്. പെട്ടെന്ന് ഇപ്പോൾ സമയം 4:15 ചെറുതായിട്ടൊന്ന് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റിപ്പോൾ ഏതോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടേക്കോ വണ്ടി. അപ്പോൾ അങ്ങ് എഴുന്നേറ്റായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ കയറുന്നുണ്ടായിരുന്നു ബസ്സിൽ. ഇറങ്ങാനുള്ളവരും ഉണ്ടായിരുന്നു, കയറാനുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുമായിരുന്നു. ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല. വണ്ടി കയറിയിരുന്ന അതിന് മുന്നുള്ളത് എടുത്തതിന് ശേഷം പിന്നെ ഫോൺ എടുത്തില്ല. കാര്യം എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല. എനിക്ക് ഫോൺ നോക്കുമ്പോൾ തല കറങ്ങും. ഏത് വണ്ടിയിലായാലും വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം വണ്ടിയിൽ കയറിക്കഴിഞ്ഞാൽ എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല, തല കറങ്ങും എനിക്ക്. അങ്ങനെ ഒരു അസുഖമുണ്ട് എനിക്ക്. അത് ആർക്കൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഫോൺ നോക്കാൻ പറ്റത്തേയില്ല. ആകെ ശോകമായിരുന്നു. എൻ്റെ അപ്പുറത്തിരിക്കുന്നവരെല്ലാം ഫോൺ തന്നെ നോക്കുക. ഞാനിങ്ങനെ ആ സീറ്റിലൊക്കെ ആളുണ്ടായിരുന്നു. അവർ പിന്നെ എവിടെ എത്തിയപ്പോൾ ഇറങ്ങിപ്പോയി. പാട്ട് കേൾക്കാനായിട്ട് ഹെഡ്സെറ്റിനെ എടുത്തില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും ഇതായിപ്പോയി. അങ്ങനെ രാവിലെയായി, 6:30 മണിയായി. അയ്യോ, എങ്ങനെയൊക്കെയാണ് നേരം വെളുപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് കണ്ണടച്ച് കിടക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കും. അപ്പുറത്തെ സീറ്റ് ആൾ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ബാഗ് വെച്ച് ഇങ്ങനെ കയറി കിടക്കുമായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. പിന്നെ എഴുന്നേറ്റ് നോക്കാൻ നേരത്ത് രാവിലെയായി. നേരമൊക്കെ ഇങ്ങനെ നല്ലപോലെ വെളുത്ത്. പിന്നെ അപ്പോൾ ഏതൊരു സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയിട്ടേക്കുമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട് അതിനുശേഷം പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടങ്ങ് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു മൂകതയും ക്ഷീണവും അതൊക്കെ ഉണ്ട് എൻ്റെ മുഖത്ത്. നല്ല തണുപ്പും അപ്പോഴും ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് ആ സമയത്ത്. AC കൂടെ ഉണ്ടായതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. പിന്നെ വണ്ടിയിലൊന്നും അത്രയ്ക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു. ആളൊക്കെ ഒഴിഞ്ഞ് ഈ സീറ്റിൽ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ എവിടെ എത്തിയപ്പോൾ പോയത് എനിക്ക് ഓർമ്മയില്ല എവിടെയാണെന്ന്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അവിടെ സ്ഥലത്ത്. അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. പക്ഷേ അവിടെ ഒന്നും നല്ല തിരക്കില്ല. അത്യാവശ്യം 1, 2, 3 പേരൊക്കെ ഉള്ളൂ. ഒരു സീറ്റ് 2 പേര്, അങ്ങനെ അത്രയൊക്കെ ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതെവിടെയോ എത്തി. അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കോഴിക്കോട് സ്റ്റാൻഡിലെത്തി കേട്ടോ. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. എത്തിയത് ഞാൻ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് ഓടിപ്പോയി അടുത്ത ബസ്സിലങ്ങ് ചാടി കയറുമായിരുന്നു, കുറ്റിയടിയിലൊക്കെ ഉള്ള. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത കുറ്റിയടിയിലോട്ടുള്ള ബസ്സിലോട്ട് ഓടിപ്പോയി കയറിയതായിരുന്നു. ഞാൻ സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയപ്പം തന്നെ പോയി നോക്കി ബസ് കിടപ്പുണ്ടോയെന്ന്. അങ്ങനെ അവിടെ ബസ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അതിനകത്ത് കയറി ഇരുന്നു. പിന്നെ ബസ്സിൽ കയറി ഇരുന്നിട്ടാണ് ഞാൻ പിന്നെ ഓർക്കുന്നത്, അയ്യോ വീഡിയോ എടുക്കാനുണ്ടല്ലോ എന്ന്. അതുകൊണ്ട് സ്റ്റാൻഡിലെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചു. മസാലദോശ ഒരു കോഫിയും കഴിച്ച്. പിന്നെ വണ്ടി ഉണ്ടോയെന്നാണ് ഫസ്റ്റ് നോക്കിയത്. അപ്പം പോയി നോക്കിയപ്പോൾ വണ്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് സമയം കഴിയും, അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നോളാം. അങ്ങനെ ഞാൻ ഫുഡും കഴിച്ചിട്ട് പിന്നെ വണ്ടി കയറിയിരുന്നു. അപ്പോഴാണ് ഫുഡൊക്കെ കഴിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഈ ബസ്സിൽ കയറി ഇവിടുന്ന് പിന്നെ കുറ്റിയടിയിലോട്ട് കേട്ടോ. ഈ ബസ്സിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പകുതി വരെ സ്റ്റാൻഡിൽ നിന്ന് കയറിയപ്പോഴൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പകുതി എത്തിയപ്പോൾ ആ തിരക്ക് കുറഞ്ഞ്. പിന്നെ വേറെ എവിടെയോ എത്തിയപ്പോൾ പിന്നെയും തിരക്കായി. അപ്പോൾ പിന്നെയും നല്ല തിരക്കായി. അങ്ങനെ പിന്നെ അതിനകത്ത് ഇങ്ങനെ ഇടുങ്ങിയിരുന്ന്. ഇപ്പം ഞാൻ കുറ്റിയടിയിലെത്തി. ഞാൻ അധികമൊന്നും
ഷൂട്ട് ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കുറ്റിയടിയിലെത്തി. ഇപ്പോൾ അവിടെ അച്ഛൻ വരും, വിളിക്കാൻ വരും. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴയല്ല, ചെറുതായിട്ട് ഇങ്ങനെ പൊടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ അച്ഛനെ നോക്കുവാണ്. അതാ ക്യാമറ ഒന്നും എങ്ങനെ പിടിച്ചേക്കുന്നതെന്ന് അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇവിടുന്ന് ഞാൻ നേരെ വീട്ടിലേക്കാട്ടോ പോയത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നടുവൊക്കെ ഭയങ്കര വേദന, കാലെല്ലാം നല്ല വേദന ഉണ്ടായി. അങ്ങനെ ഇവിടുന്ന് നേരെ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റാൻഡാണ്, കുറ്റിയടി സ്റ്റാൻഡായിട്ട്, പുതിയ സ്റ്റാൻഡ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് അച്ഛൻ ഓട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി വേണം കയറാൻ. അവിടുന്ന് പിന്നെ വീട്ടിലോട്ട്. ഇപ്പം ഞാൻ ഹോട്ടലിൽ കയറിയിട്ട് വീട്ടിലോട്ട് പോവാണ്. ഇവിടുന്ന് കുറച്ചുണ്ട് കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ വീട്ടിലെത്തണം, ഒന്ന് കിടന്നുറങ്ങണം, കുളിക്കണം, ഒന്ന് കിടന്നുറങ്ങണം, അതേ ഉള്ളൂ. അതാണ് ഇപ്പം എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ റൂമിൽ കയറി. പിന്നെ എനിക്ക് ഒന്നിനും ഒരു ഉഷാറില്ല. റൂമിലും കയറി. പിന്നെ ഞാൻ ബാഗ് പോലും ഊരിയില്ല കേട്ടോ, അതിനെ ചരിഞ്ഞേക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ടാറ്റാ.